ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും തൃശ്ശൂർ പൂര ദിനാശംസകൾ. അപ്പോൾ എല്ലാവരും പൂരവും കുടമാറ്റവും എല്ലാം കണ്ട് അടിച്ചു പൊളിച്ചിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ തംബ്നെയിൽ കണ്ട പോലെ പൂരത്തിനൊന്നും പോയില്ലായിരുന്നു, ഇവിടെ ആണുള്ളത്. പക്ഷേ നിങ്ങൾ വീഡിയോയുടെ ഫസ്റ്റ് വെടിക്കെട്ടും മേളമൊക്കെ കണ്ടപ്പോൾ എന്താണെന്ന് വിചാരിച്ച് കാണും. നമ്മളിങ്ങനെ പറയത്തില്ലേ, നമ്മളെന്തെങ്കിലും കാര്യം ഇങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും വഴിക്ക് ദൈവം സാധിച്ചു തരുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ മുന്നിലെത്തിക്കുമെന്നോ നമ്മൾ പറയുന്ന പോലായിരുന്നു. ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിരുന്നെന്ന് പറഞ്ഞല്ലോ. ഇന്നിപ്പോൾ 6ാം ദിവസത്തെ ഉത്സവമായിരുന്നു. അപ്പോൾ ഉത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു ചടങ്ങേ അല്ലായിരുന്നു. പക്ഷേ ഇത്രയും കാലം നമ്മളുടെ അവിടെ ജീവിത വേറൊരു തരത്തിലായിരുന്നു ഇതുവരെ എഴുന്നള്ളിക്കൊണ്ടിരുന്നത്. അപ്പോൾ ജീവിതയുടെ ഒരു പുതിയ രൂപത്തിൽ അത് പണി കഴിപ്പിച്ച് അതിനെ താലപ്പൊലിയോടുകൂടെ എഴുന്നള്ളുന്ന ഒരു ചടങ്ങായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവിടെ വെടിക്കെട്ടും മേളവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പൂരമായിട്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിലും അതെല്ലാം എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചു എന്നുള്ള വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ ഈ നാടിൻ്റെ ഒരു രീതി അനുസരിച്ച് നമ്മളുടെ തൊട്ടുള്ള അമ്പലങ്ങളിലെല്ലാം ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലുള്ളവരൊന്നും നാട് വിട്ട് വേറെങ്ങും പോവില്ല എന്നാണ്. സോ നമ്മളുടെ മുറ്റത്തുള്ള ദേവിയും അമ്മയൊക്കെ അല്ലേ, അപ്പോൾ അവരെ മറന്ന് നമ്മൾ പോകുന്നതും ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തിന് വരാഞ്ഞ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു റീസൺ കൊണ്ടാണ് വരാഞ്ഞ്. പിന്നെ ഇവിടുത്തെ ഉത്സവം തകൃതിയായി നടക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിലാണ് ഉത്സവത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോയിൽ ബാക്കി കാണാം. ഞാൻ ജസ്റ്റ് എന്തുകൊണ്ട് തൃശ്ശൂർ പോയില്ല, എന്താ നിങ്ങൾ കണ്ട വെടിക്കെട്ട് മേളം എന്നുള്ളതിന് ജസ്റ്റ് ഒരു ഇൻട്രോ അത്രയേ ഉള്ളൂ കേട്ടോ. ശരി, അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി പേരടങ്ങുന്ന താലപ്പൊലിയോട് കൂടിയായിരുന്നു ജീവിത ആനയിച്ച് കൊണ്ടുവന്നത്. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾക്കൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഞാനും ഇവിടെ വന്നാണ് ജീവിതം എന്നൊക്കെ കേട്ടു തുടങ്ങിയത്. അതായത് നമ്മളുടെ ദേവീ സങ്കല്പത്തിൻ്റെ ഒരു രൂപമാണ്. ഇവിടെ ജീവിതയാണ് പറയ്ക്കൊക്കെ എഴുന്നള്ളാൻ എല്ലാ വീടുകളിലൊക്കെ പോകുന്നത്. അപ്പോൾ ഇത്രയും കാലം ഈ അമ്പലത്തിൽ എങ്ങനായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്പലത്തിൻ്റെ ഒത്തിരി കുടുംബക്കാരുണ്ട് നമുക്ക് ചുറ്റും. നമ്മൾ അമ്പലത്തിൻ്റെ കുടുംബക്കാരായിട്ട് വരത്തില്ല, പക്ഷേ ബാക്കിയുള്ള തൊട്ടപ്പുറം ഇപ്പുറമുള്ള വീട്ടുകളെല്ലാം ഈ അമ്പലത്തിൻ്റെ കുടുംബക്കാരാണ്. അപ്പം ആ കുടുംബത്തിലെ ആരാണോ ഏറ്റവും തലമൂത്ത കാരണവർ, അവരാണ് ഈ ജീവിതം എഴുന്നള്ളിച്ചിരുന്നത്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഈ ജീവിതയുടെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം, അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും. ഈ തണ്ടൊന്നും ഇല്ലായിരുന്നു. ഈ ജീവിത എന്ന് പറയുന്നതിൻ്റെ ഒരു ചെറിയ രൂപം തലയിൽ വെച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പം അതിപ്പം മാറ്റി ഇപ്പോൾ ഇവിടുത്തെ ചെട്ടികുളങ്ങര അമ്പലത്തിലും വേറെ അമ്പലങ്ങളിലെല്ലാം ഇതുപോലുള്ള ജീവിതയാണ് എഴുന്നള്ളിക്കുന്നത്. അപ്പം ഇവിടുത്തെ അമ്പലത്തിൽ ഇങ്ങനത്തെ ജീവിത ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പം ക്ഷേത്രത്തിലെ ഭാരവാഹികളൊക്കെ കൂടെ തീരുമാനിച്ച് ഇങ്ങനത്തെ ജീവിതയാക്കാന്നുള്ള തീരുമാനം എടുത്ത് ഇങ്ങനെയുള്ള ജീവിതയാക്കി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്നത് നമ്പൂതിരിമാരെ എടുക്കത്തുള്ളൂ. അമ്പലത്തിലുള്ള തിരുമേനിമാർക്ക് മാത്രമേ എടുക്കാനുള്ള അവകാശമുള്ളൂ. അപ്പോൾ അവരാണ് എടുക്കുക. അങ്ങനെ അമ്മ എഴുന്നള്ളി നമ്മുടെ വീടിന് മുന്നിലൂടെ പോവുകയാണ്. അപ്പം അമ്മ അതുകൊണ്ട് ഏട്ടനും അനിയനും വീഡിയോ കോൾ വിളിച്ച് കാണിക്കുക. അവർ രണ്ടുപേരും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ശരിക്കും ഇത് നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഏട്ടൻ ഈ അമ്പലം ഇതൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയ ആളാണ്. അനിയനും അതെ, അവനും ഇതൊക്കെ വലിയ കാര്യമാണ്. അപ്പോൾ അവർ രണ്ടുപേരും വീഡിയോ കോളിൽ അമ്മ കാണിച്ചു കൊടുക്കുക. അങ്ങനെ ജീവിതയുടെ കൂടെ ഞാനും അമ്മയും മോനും ഞങ്ങൾ 3 പേരും കൂടെ നടന്നു പോവുമായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഒത്തിരി ആളുകളും മേളക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് ബ്ലോക്കായിട്ടാണ് അങ്ങ് എത്തിയത്.
അങ്ങനെ നമ്മുടെ ദേവി അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുവാണ്. മേളക്കാരുടെ അകമ്പടിയോട് കൂടിയാണ് കയറുന്നത്. ഞങ്ങൾ താലപ്പൊലി എടുക്കാനൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ മാറി നിന്ന് അമ്മ വരുന്നതും എല്ലാം കണ്ടു. നമുക്കും ഗൂസ് ബംസൊക്കെ വരുന്ന പോലത്തെ ഒരു നിമിഷമായിരുന്നു. കാരണം മറ്റുള്ള അമ്പലങ്ങളിലെ പോലെ നമ്മുടെ അമ്പലത്തിലും ഇതുപോലെ വലിയ ജീവതയും ഒക്കെ വരുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ അമ്പലമൊക്കെ ആയിട്ട് അറ്റാച്ച്ഡായി കിടക്കുന്നതുകൊണ്ട് നമുക്കും ഭയങ്കര ഒരു സന്തോഷം. ഇതാണ് ജീവതയുടെ ഫോട്ടോ. ഇത് ഞാൻ പിന്നെ അവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം എടുത്ത ഫോട്ടോയാണ്, ഏട്ടനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അവിടെ തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. ഞാനും അമ്മയൊക്കെ അമ്മ പണ്ട് തിരുവാതിര കളിക്കുമായിരുന്നു. ഞാനും എൻ്റെ കുഞ്ഞിൽ തിരുവാതിര കളിക്കാനെല്ലാം പോകുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര നൊസ്റ്റും ഒക്കെ ആയിരുന്നു കേട്ടോ.